ഹായ് ഹലോ കുറേ നാളായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണം എന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്തായാലും ഇപ്പോഴാണ് എനിക്ക് തോന്നിയത്. ഞാൻ കുറച്ച് നാൾ മുന്നേ നമുക്ക് ഭയങ്കര വൈറലായിട്ടുള്ള പ്രോഡക്റ്റാണ് ഈ ട്രെറ്റിനോയ് എന്ന് പറയുന്ന ഈ ജെൽ. നമ്മുടെ സ്കിൻ കൺസെൻറ്റ്, അതായത് ഫൈൻ ലൈൻസ്, റിങ്കിൾസ്, ഡാർക്ക് സ്പോട്ട്സ്, ഡ്രൈനെസ്, ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ഉള്ള ഒരു സാധനമാണ്. ആക്നി, മുഖത്തുള്ള കുരുയൊക്കെ പോകാൻ അടിപൊളിയായിട്ടൊരു സാധനമാണ് ഈ ട്രെറ്റിനോയ്. പക്ഷേ അതിനൊക്കെ മുന്നേ ഡിസ്ക്ലൈമർ, ഞാൻ പറയുന്ന കേട്ടിട്ട് ഈ സാധനം ആരും പോയി വാങ്ങിക്കരുത്. ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് ഈ സാധനം ആരും ഉപയോഗിക്കരുത്. പക്ഷേ കുറേ പേര് ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനോടെ ഈ സാധനം വാങ്ങിക്കുകയും പക്ഷേ ഡോക്ടർ നേരെയുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാത്തതുകൊണ്ട് തന്നെ ഡെയിലി യൂസ് ചെയ്ത് നല്ല അടിപൊളി പണി കിട്ടി ഫേസിന്. അതായത് സ്കിൻ പീലിംഗ് ഉണ്ടായി, അതുപോലെ സ്കിന്നകത്ത് പൊള്ളലായി, വെള്ളം പോലും തൊടാൻ പറ്റാത്ത രീതിയിൽ നല്ല വയസ്സായവരുടെ തൊട്ട് സ്കിന്നിൽ ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ വന്ന് അടിപൊളി പണി കിട്ടി. അതുകൊണ്ട് തന്നെ പറയുന്നത് ട്രെറ്റിനോയിൻ അല്ലാണ്ട് കയ്യിൽ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ, ഡോക്ടറിൻ്റെ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഞാൻ ഈ പറയുന്ന മെത്തേഡിൽ അല്ലാണ്ട് ട്രെറ്റിനോയിൻ യൂസ് ചെയ്യരുത്, പണി കിട്ടും. കുറേ പേരല്ലാണ്ട് മേടിച്ച് വെച്ചിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. നേരെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്, പണി കിട്ടാത്ത രീതി എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ. പിന്നെ 20 വയസ്സിന് താഴെയുള്ളവർ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനിലാണ് ഒരിക്കലും ഇത് വാങ്ങിക്കരുത്, അല്ലെങ്കിൽ പണി കിട്ടും. ഓക്കെ. എന്തായാലും ഇതെന്ന് പറയുന്നത് ഒരു ഭയങ്കര നമ്മുടെ എന്താ പറയുക, ഒരു മെഡിക്കേഷൻ പോലെയാണ്. നമ്മളൊരു സ്കിൻ കെയർ ഏജൻ്റായിട്ട് ഇതിനെ കാണരുത്. ഒരു ഗുളിക കഴിക്കുന്ന പോലെയൊക്കെ തന്നെയാണ് ഈ സാധനം. അത്രയും സിവിയർ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. ആദ്യം യൂസ് ചെയ്യുന്നവർ ഏറ്റവും ലോ കോൺസെൻട്രേഷൻ ആയിട്ടുള്ള സാധനം. ഇത് 0.025% ഞാൻ ഈ സാധനം എടുത്തിരിക്കുന്നത്. മെഡിക്കൽ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ഐറ്റം അത്രയും ലോ കോൺസെൻട്രേഷനിൽ ആദ്യം യൂസ് ചെയ്യാം. ആഴ്ചയിൽ ഒറ്റ തവണ അത്രയും മാത്രം നിങ്ങൾക്ക് മതി. അതിൽ കൂടുതൽ യൂസ് ചെയ്യാനൊക്കെ തോന്നും, പക്ഷെ ഒരിക്കലും യൂസ് ചെയ്യരുത്, നല്ല പണി കിട്ടും. അതുകൊണ്ടാണ് പറയുന്നത് ആഴ്ചയിൽ ഒറ്റ തവണ യൂസ് ചെയ്യാവും. അതും ഞാൻ ഈ പറയാൻ പോകുന്ന മെത്തേഡിൽ മാത്രം യൂസ് ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ പീലാവും, സ്കിൻ ബേൺ ആവും, പൊള്ളലൊക്കെ നല്ല സീനാവും. നിങ്ങളുടെ സ്കിൻ നല്ല അടിപൊളിയാവണമെന്നുണ്ടെങ്കിൽ സമാധാനമായിട്ട് ഞാൻ ഈ പറയുന്ന മെത്തേഡ് യൂസ് കിടക്കുന്നതിന് 2 മണിക്കൂർ മുന്നേ ഫേസ് നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്തിട്ട് ഒരു ട്രെറ്റിനോയിൻ സാൻഡ്വിച്ച് മെത്തേഡാണിത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു തിക്കായിട്ടുള്ള മോയ്സ്ചറൈസർ എടുക്കുക. അതായത് സെറ്റഫില്ല മോയ്സ്ചറൈസിങ് ക്രീം ഞാൻ എന്തുകൊണ്ട് എടുക്കാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് എന്താ പറയുക, സ്കിൻ ബാരിയർ റിപ്പയർ ചെയ്യുന്ന ഏജൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തിക്കായിട്ട് ഇരിക്കുന്നതുകൊണ്ടും നമ്മുടെ സ്കിന്നിൽ അധികം ദോഷം വരാണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യും. അതിനുവേണ്ടി ആദ്യം ഒരു ലെയർ ഈ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. എന്നിട്ട് വളരെ കുറച്ച് എമൗണ്ട്, ഒരു പീ സൈസ് എമൗണ്ട് ഈ ട്രെറ്റിനോയിൻ എടുക്കുക. ഇത്രയും എമൗണ്ട് മാത്രം മതി നിങ്ങളുടെ ഫുൾ ഫേസിന്. കണ്ണിൻ്റെ അടിയിൽ ഒരിക്കലും ഇടരുത്. അതുപോലെ വായുടെ ചുറ്റിനും ഇച്ചിരി അവോയ്ഡ് ചെയ്യാൻ നോക്കുക. ഇത്തിരി എമൗണ്ട് എടുത്ത് ഫുൾ ഫേസിൽ ഡോട്ടായിട്ട് ഇട്ട് ചെറുതായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ മസാജ് ചെയ്യരുത്. എന്നിട്ട് ഒരു ലെയറും കൂടെ ഈ തിക്കുള്ള മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. ഇത്രയും മാത്രം മതി. വേറെ ഒരു പ്രോഡക്ട്സും അതിൻ്റെ കൂടെ അപ്ലൈ ചെയ്യരുത്. കാരണം അതായത് ആ രാത്രി സമയം, കാരണം അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിയാക്ഷൻ ഉണ്ടാവും, നിങ്ങളുടെ സ്കിന്നിന് പണി കിട്ടും. ഒരാഴ്ചയിൽ ഒറ്റ തവണ കൂടുതൽ യൂസ് ചെയ്യരുത്. ശ്രദ്ധിച്ചേക്കാം, നിങ്ങളുടെ സ്കിന്നാണ് ദോഷം ചെയ്യും. അല്ലാത്ത പണി കിട്ടിയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സ്കിൻ പീലിംഗ് ഉണ്ടാവും, സ്കിൻ പൊള്ളലുണ്ടാവും, വയസ്സായവരുടെ സ്കിൻ ഉണ്ടാവും, സ്കിന്നകത്ത് ഫൈൻ ലൈൻസ്, റിങ്കിൾസ് ഒക്കെ വരും ഇതുപോലെ. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സാൻഡ്വിച്ച് മെത്തേഡിൽ മാത്രം ആദ്യം മോയ്സ്ചറൈസർ, പിന്നെ ട്രെറ്റിനോയിൻ, പിന്നെ മോയ്സ്ചറൈസർ. അപ്പോൾ എല്ലാം ഓക്കെ അല്ലേ? ഈ ഒരു മെത്തേഡിൽ മാത്രം യൂസ് ചെയ്യുക. പിന്നെ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനിലായി യൂസ് ചെയ്ത് കയ്യിലുള്ളവർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കറക്റ്റ് മെത്തേഡാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ എല്ലാം ഓക്കെ അല്ലേ? ഇനി തെറ്റുകളൊന്നും തന്നെ വരുത്തില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ എല്ലാം ഓക്കെ അല്ലേ? ശരി, എന്നാൽ ഞാൻ പോട്ടെ. എൻ്റെ തൊണ്ടയിലെ വെള്ളം പറ്റി. പിന്നെ വാ തുറക്കുന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നതുകൊണ്ടാണ് മൈക്ക് മേടിക്കാത്തതുകൊണ്ടാണ് ഗൈസ്. മൈക്ക് മേടിച്ചതിന് ശേഷം നമുക്ക് നേരെ അടിപൊളിയായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ട് വീഡിയോ ഇടുന്നതായിരിക്കും. ആർക്കെങ്കിലും ഇറിറ്റേഷനായിട്ട് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സഹിക്കുക. അപ്പോൾ ശരി, ഫോളോ ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാനും. ഇൻസ്റ്റഗ്രാം ഇതേ പേരാണ്, അപ്പോൾ അതും കൂടെ ഒന്ന് പോയി നോക്കിയിട്ട് കേട്ടോ. അപ്പോൾ ശരി, ബായ്. ഞാൻ പിന്നെ കാണാം.